നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. വലിയ ഇൻട്രോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ നേരിട്ട് ഇന്ന് ഹെയർ ഗ്രോത്ത് വീഡിയോയിലേക്ക് കടക്കാൻ പോവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു 1-2 വർഷമൊക്കെ ആയി നമ്മൾ നല്ലൊരു ഹെയർ ഗ്രോത്ത് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോണേ. ഹെയർ ഗ്രോത്തിനുള്ള ഒരു എണ്ണയും ഒരു സിറവുമാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ഒണിയൻ ഓയിൽ ഇല്ലേ, അമ്മാസിൻ്റെ ഒണിയൻ ഓയിലിൻ്റെ അതേ കൂട്ടാണ്. കുറച്ചൊരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെപ്പോഴും കരിഞ്ജീരക ഓയിലിൻ്റെ നീലാമരി ഓയിലിൻ്റെയും കൂട്ട് മാത്രം അതിൻ്റെ റിസൾട്ടുകളാണ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒണിയൻ ഓയിലിനും ഒരുപാട് റിസൾട്ടുകളുണ്ട് നമുക്ക്. അപ്പം ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്പിറേഷനും ആവും. അതുപോലെ തന്നെ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത്, ഡാൻഡ്രഫ് ഒക്കെ പോകാനായിട്ട് ഈ ഒരു എണ്ണ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒന്നുകൂടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകമേ ഉള്ളൂ, നീലമരേ ഉള്ളൂ, അതുണ്ട് വെച്ചാൽ അത് തന്നെ എടുത്താൽ മതി. ഇത് വേണം എന്നില്ല. ഒരെണ്ണയും കയ്യിലില്ലാത്തവർക്ക് ചലഞ്ച് തുടങ്ങാൻ വേണ്ടിയാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് കട്ട് ചെയ്യുക. ഇത് കുരു അടക്കമുള്ളത് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിടുക. ചതയ്ക്കുകയാണെങ്കിൽ ചതച്ചിട്ടാൽ മതി. എല്ലാം നമുക്ക് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ അല്ലാണ്ട് അരച്ചിട്ട് എടുക്കണ്ട. അപ്പോൾ ഒരു സ്മെല്ല് ഇത്തിരി ഒന്ന് മാറും, എണ്ണയ്ക്കൊരു വല്ലാത്തൊരു കൊഴുപ്പും ഒക്കെ വരും. ചതച്ച് കഴിഞ്ഞാണ് നമ്മളൊരു 2-3 വർഷം മുൻപ് തോന്നുന്നു ഒണിയൻ ഓയിൽ ഉള്ളി എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ചതച്ചാണ് ഇട്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം അരിയട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പണി കഴിയും ഈ എണ്ണയുടെ. കാരണം ഒക്കെ കൂടെ ചതച്ചെടുത്ത് ഉണ്ടാക്കല്ലേ വേണ്ടു. നെല്ലിക്ക നമ്മൾ ചതച്ച് വെച്ചല്ല, കട്ട് ചെയ്ത് വെച്ചത് ചതയ്ക്കാൻ പോണേ ഉള്ളൂ നമ്മൾ. പിന്നെ ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഇടണേ. ഉള്ളി ഏകദേശം ഒരു 10-15 ഉള്ളിയൊക്കെ എടുക്കാം. മാക്സിമം ഒരു 10-15 കേട്ടോ. അതിനും കൂടേണ്ട ആവശ്യമില്ല. ഒരു മാസത്തേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ മുടി കൂടുതലുള്ളവരാണെങ്കിൽ അതനുസരിച്ച് കൂട്ടുക. പിന്നെ നോക്കൂ, ഞാൻ ചെമ്പരത്തിയുടെ മൊട്ടും പിന്നെ മൈലാഞ്ചിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ചെമ്പരത്തിയുടെ മൊട്ടാണ് എടുത്തത്. പൂവൊന്നും വിരിഞ്ഞിട്ടില്ല, മൊട്ടാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തത്. നിങ്ങളുടെ പൂവാണെങ്കിൽ പൂവെടുക്കുക. അതൊരു 10 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയൊരു ഇത്തിരി ഭാഗത്തിന് മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ടുണ്ട്. അത് ഡാൻഡ്രഫ് പോകാനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ചെമ്പരത്തി യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിലെ, തലയിൽ, സ്കാൽപ്പിലെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെമ്പരത്തി ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ലതാണ്. ഒരു കൂളിംഗ് സെൻസേഷനൊക്കെ കിട്ടും. പറയാൻ മറന്നത്, ഉള്ളി ശരിക്കും ഫോസ്ഫറസ് കണ്ടന്റ് ഉണ്ട്. ഇതാണ് ഹെയർ ഗ്രോത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഫാസ്റ്റ് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിലുള്ളത് ഉള്ളിയാണ് കേട്ടോ. സവാള എടുക്കരുത്, ഉള്ളി തന്നെ എടുക്കണം. പിന്നെ നമുക്ക് ഇതൊരു സ്മെല്ലിന് വേണ്ടിയിട്ടും കൂടെയാണ്. ഔഷധമാണ്, എന്നാലും ഞാനിവിടെ ഒരു മണത്തിന് വേണ്ടി, കാരണം ഉള്ളിയുടെ സ്മെല്ല് ചിലപ്പോൾ അങ്ങോട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് 2 വെറ്റില എടുത്തിട്ടുണ്ട്. ഇതും ഇതിൻ്റെ കൂടെ ഒന്ന് ചതയ്ക്കാൻ ഇടുന്നതാണ്. നല്ല തളിർ വെറ്റിലയാണ്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട്, സ്കാൽപ്പിൻ്റെ ഹെൽത്തിനുമാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, അതിട്ടിട്ടുണ്ട്. പിന്നെ മുടിക്ക് കറുപ്പും അതുപോലെ തന്നെ തിക്കായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കറിവേപ്പില, അതൊരു 5-6 തണ്ടൊക്കെ എടുക്കാം. നല്ലത് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കൂടുതലെടുത്ത് 2 തണ്ട് കിട്ടാനുള്ളൂ വെച്ചാൽ അതെടുത്താലും മതി, കുഴപ്പമില്ല കേട്ടോ. ഇതിനൊക്കെ കൂടെ വെള്ളം ഒട്ടും ചേർക്കരുത്. കുറച്ച് കറ്റാർവാഴയുടെ പൾപ്പ് കുറച്ച് എടുത്തിട്ടുള്ളൂ, അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മളെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തു. ഇത് കല്ലിൽ വെച്ച് ചതയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മിക്സിയിൽ കുറേ എണ്ണം, നെല്ലിക്ക് ചിലപ്പോൾ കുറച്ച് ചതയുള്ളൂ, ഉള്ളി ചിലപ്പോൾ വേറെ ചതയുള്ളൂ. അപ്പോൾ കല്ലിൽ വെച്ച് ചതയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചതയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചതച്ചെടുക്കുക. ഇത് കണ്ടോ, ഇത്രയേ ആവശ്യമുള്ളൂ നമുക്ക് ഏകദേശം ഒരു മാസത്തേക്കുള്ള എണ്ണയ്ക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ കൂട്ടൊക്കെ ഇടുക. കൂട്ട് എല്ലാം ഇങ്ങനെ ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്, ഷൂട്ടായതുകൊണ്ട് മാത്രം ഞാൻ ഈ ഓടിൻ്റെ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഗ്യാസ് താത്തി ഇടണം എപ്പോഴും. എണ്ണയുടെ ഗുണം അല്ലെങ്കിൽ എണ്ണയിലെ സത്ത് മൊത്തം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചിടുക. ഏകദേശം ഒരു 1/2 ലിറ്ററിനടുത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണേ.
ഇനി എണ്ണ ആവുന്നത് വരെ നമുക്ക് കുറേ സമയമുണ്ട്. നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നതും ആവുന്നതും അത് തേക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ ഓഫറിന് ബുക്കിംഗ് മാത്രമല്ല, ഒരുപാട് റിസൾട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് റിസൾട്ടുകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. നമ്മുടെ എണ്ണ കറക്റ്റ് പാകത്തിന് മുരിഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഈ മണൽ പരിവായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ പാത്രത്തിന് ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടോട് കൂടി കിടന്നിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇടുന്നുണ്ട്. ഇത് പണ്ടത്തെ ശരിക്കും പറഞ്ഞാൽ പ്രിസർവേറ്റീവ് ആണ് ശരിക്കും കുരുമുളക് എന്ന് പറയുന്നത്. ഇത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണമെന്നില്ല. നമ്മളിവിടെ കൊടുക്കുന്ന എണ്ണയിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് മൂപ്പിനായതുകൊണ്ട് എണ്ണ ചീത്തയാവില്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൽ വെള്ളമോ ഒന്നും ഇല്ലാതിരിക്കാൻ ഉറപ്പ് വരുത്താനും ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ എണ്ണ കേടായി പോകാതിരിക്കാനും നമ്മൾ കുറച്ച് കുരുമുളക്, ഒരു ഇച്ചിരി കുരുമുളക് എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ലേശം നമുക്ക് എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ രാത്രി തല കഴുകാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഇത് സ്പ്രേ ചെയ്ത് കിടക്കുക. സിറമാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ എണ്ണയും ചെയ്തിട്ടുണ്ട്, ഒന്ന് ഒരു സിറമാണ് ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ ഇത് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കാം. പിറ്റേ ദിവസം ഹെയർ വാഷ് ഉണ്ടെങ്കിൽ, ഹെയർ വാഷ് ഇല്ലെങ്കിലോ രാവിലെ സ്പ്രേ ചെയ്തിട്ടാൽ മതി. അതല്ല രാവിലെ സ്പ്രേ ചെയ്തിട്ട് അപ്പം തന്നെ കഴുകണമെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഒരു സവാള എടുക്കുക. ഇതിൻ്റെ ഹാഫ് മതി കേട്ടോ, മൊത്തം വേണ്ട, ജസ്റ്റ് ഹാഫ് മതി. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, തൊലിയോട് കൂടിയൊക്കെ ഇടുന്നവരുണ്ട്. ഇത് നമ്മൾ ഈ റോസാപ്പൂവിനൊക്കെ ഈ പണ്ട് കഞ്ഞിവെള്ളവും തൊലി പൊളിച്ചതും മുട്ടയുടെ തോടും ഒക്കെ ഇടും. അതിനതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ കുറച്ചും കൂടെ നമ്മൾ നീറ്റായില്ലേ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു സവാളയുടെ ഹാഫ് മാത്രം എടുത്ത് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വെള്ളത്തിലെടുത്ത് തിളപ്പിച്ച് നമുക്ക് സിറ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളുടെ സവാള ഇതിലേക്ക് ഇടുക. ഉള്ളി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളി എടുക്കാം. റോസ്മേരി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. കറ്റാർവാഴ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എടുക്കാം. ഓരോന്നിനും പല പല ഗുണങ്ങളാണ് കേട്ടോ. കറ്റാർവാഴ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ കറ്റാർവാഴ നല്ലത്. കാരണം ഭയങ്കര ഹൈഡ്രേറ്റിംഗ് എഫക്റ്റാണ്, മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ് കറ്റാർവാഴ. ഉള്ളി നമ്മളെടുക്കുന്ന ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. സൾഫർ കണ്ടന്റ് എത്രമാത്രം അവിടെ വരുന്നോ അതനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതിനാണ് എപ്പോഴും ഞാൻ ഉള്ളി പ്രിഫർ ചെയ്തിരിക്കണം, സവാളയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. റോസ്മേരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡ് റോസ്മേരി ആയതുകൊണ്ട് അതായിരിക്കും. അത്ര നല്ല സ്മെല്ലും ആണല്ലോ. അത് വേണമെങ്കിൽ അതെടുക്കാം. ഇതുകൊണ്ട് ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അത് വറ്റി ഒരു ഗ്ലാസ് ആക്കണം. 20 മിനിറ്റ്സ് എങ്കിലും നല്ലപോലെ തിളപ്പിക്കണം. ഒന്നും ഇപ്പോൾ വറ്റി വരുന്നുണ്ടോ എന്നൊന്നും നോക്കാൻ പറ്റാത്തവർക്ക് ഒരു 20 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോഴതിന് സത്ത് മൊത്തം ഇറങ്ങണം കേട്ടോ. എന്നിട്ട് നമ്മളത് സ്പ്രേ ചെയ്തിട്ട് കിടക്കുക. ഇത് പക്ഷേ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരൊറ്റ ഗ്ലാസ്സിൽ വെച്ചാൽ മതി. ബിക്കോസ് നമ്മൾ സവാള ആയാലും ഉള്ളി ആയാലും കട്ട് ചെയ്തിട്ട് അതിനെ ഇപ്പം നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല, മൂപ്പിച്ചിട്ടാണ് എടുക്കണേ അല്ലെങ്കിൽ എണ്ണ കാച്ചി എടുക്കണേ. ഇത് നമ്മൾ പകുതി വേവിലാണ് എടുക്കുന്നത്. അപ്പം അത് ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യണ്ട. ആവശ്യത്തിനനുസരിച്ച് മാത്രം സിറം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഈ ഓണിയൻ വാട്ടർ 20 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ 1ാമത്തെ ദിവസം എണ്ണ ഒരെണ്ണം കയ്യിൽ, ഇപ്പോൾ ഓഫർ ആയതുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ എണ്ണ എത്തിയിട്ടുണ്ടാവും. എത്താത്തവർ ക്ഷമിക്ക് ഇപ്പം തന്നെ എത്തും. നമ്മൾ ഇന്നലെ 11-ാം തീയതി വരെയുള്ളതൊക്കെ ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്നാവും കേട്ടോ. വീഡിയോ എയർ ചെയ്ത് വരുമ്പോഴത്തേനും എല്ലാവരുടെ കയ്യിലും കിട്ടും. എന്നിട്ട് പിന്നെ എണ്ണ കയ്യിലെടുത്ത് വയ്ക്കുക. ഒരു എണ്ണയും കയ്യിലില്ലാത്തവർ ഇതുപോലെ ഒരു എണ്ണ ഉണ്ടാക്കി വയ്ക്കുക.
ദെൻ ഈ ഒരു സിറം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എണ്ണയുണ്ടാക്കി. സിറം ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടില്ല. ഇതൊരു ചൂടാറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ സ്പ്രേ ചെയ്യുക, വാഷ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ വാഷ് ചെയ്യില്ലെങ്കിൽ വാഷ് ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇടുക. അന്ന് തല കഴുകിയില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല വാഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും 20 മിനിറ്റ്. എന്ത് സാധനം സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഒരു 20 മിനിറ്റ്സ് വേണം. അതുകൊണ്ടാണ് 20 മിനിറ്റ് എന്ന് എപ്പോഴും പറയണേ. അല്ലെങ്കിൽ രാത്രി സ്പ്രേ ചെയ്തിട്ട് കിടക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണ ഒരു ചില്ല് കുപ്പിയിലാക്കി വെക്കുക. ഞാൻ എപ്പോഴും ചെറിയ കുപ്പിയിൽ ആദ്യം എടുത്ത് വയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുപ്പിയിൽ എടുക്കുള്ളൂ. പിന്നെ ചിലവർ പറയാറുണ്ട് തലയിൽ എണ്ണ നമ്മൾ എടുക്കുമ്പോൾ കുപ്പിയിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തിട്ട് കൈ കൊണ്ടാക്കി പിന്നെ വെക്കാണ്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കാലം കുപ്പിയിൽ എണ്ണ ഇരുന്നോളും. ശരിക്കും 1 ഇയർ ഉണ്ട് നമ്മുടെ എല്ലാ എണ്ണയ്ക്കും എക്സ്പയറി എന്ന് പറയുന്നത്. അപ്പം അത് ഷെൽഫിൽ തന്നെ ഇരുന്നോളും, സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും തലയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം തൊട്ട് പരട്ടുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് തൊട്ട് പരട്ടിയിട്ട് കുളിക്കുക. എല്ലാ ദിവസവും തല കുളിക്കണം എന്നില്ല. ഒന്നില്ലെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും എണ്ണ ഉണ്ടാവണം. ഒട്ടും ഭയങ്കര ഓയിലി ഹെയർ ആണെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യണം, കണ്ടീഷണർ ഉപയോഗിക്കണം. ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഈ ഓയിൽ നന്നാവും കേട്ടോ, കുഴപ്പമുണ്ടാവില്ല. എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വെറുതെ കഴുകിയാൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഡേ 1 നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഹെയർ ഓയിൽ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഹെയർ ഓയിൽ ഈ ഒരു ചലഞ്ച് കഴിയുന്നവരെയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനും, പിന്നെ ഈ ഒരു സിറം അത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.